കൊൽക്കത്തയിലെയും പശ്ചിമ ബംഗാളിലെയും മറ്റ് പ്രധാന നഗരങ്ങളിലെയും റോഡുകൾക്കും പ്രദേശങ്ങൾക്കും നൽകിയിട്ടുള്ള മുഗൾ, പത്താൻ, കൊളോണിയൽ ഭരണാധികാരികളുടെ പേരുകൾ എന്നിവ മാറ്റാൻ തീരുമാനിച്ചു ബി.ജെ.പി. സർക്കാർ. ബംഗാളിന്റെ തനതായ പൈതൃകവും സാംസ്കാരിക സ്വത്വവും വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതിനായി റോഡുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പേരുകൾ പുനഃപരിശോധിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. പത്മശ്രീ ജേതാവായ സ്വാമി പ്രദീപ്താനന്ദ് മഹാരാജ് അധ്യക്ഷനായാണ് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ബംഗാളിന്റെ സംസ്കാരത്തിന് യാതൊരുവിധ സംഭാവനയും നൽകാത്ത വിദേശ അധിനിവേശക്കാരുടെയും ജനങ്ങളെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും പേരുകൾ കൊൽക്കത്തയിൽ അവശേഷിപ്പിക്കില്ല എന്നാണ്. യഥാർത്ഥ രാജ്യസ്നേഹികളുടെയും ബംഗാളിന്റെ സംസ്കാരത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും സംഭാവന നൽകിയ മഹത് വ്യക്തികളുടെയും പേരുകളാകും ഇനി റോഡുകൾക്ക് നൽകുക. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള യഥാർത്ഥ ദേശസ്നേഹികളെ ആദരിക്കാൻ നിർദ്ദേശങ്ങൾ വന്നാൽ സർക്കാർ അത് പൂർണ്ണമായും സ്വാഗതം ചെയ്യുമെന്നും വ്യക്തമാക്കി. വിദേശ നാമങ്ങളിൽ സിസ്റ്റർ നിവേദിതയുടെ പേര് ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നും അവർ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ അടുത്തിടെ പാർക്ക് സർക്കസ് മേഖലയിലെ പ്രമുഖ റോഡായ സുഹ്രാവർദി അവന്യൂവിന്റെ പേര് മാറ്റി ഗോപാൽ മുഖർജി റോഡ് എന്ന് നാമകരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. 1946 വിഖ്യാതമായ ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ്സ് വർഗീയ കലാപത്തിനിടയിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ആയുധമെടുത്ത വ്യക്തിയാണ് ഗോപാൽ മുഖർജി. വരും മാസങ്ങളിൽ കൊൽക്കത്തയിലെയും ബംഗാളിലെയും മറ്റ് പ്രധാന നഗരങ്ങളിലെയും നിരവധി ചരിത്രപ്രധാനമായ റോഡുകളുടെയും പേരുകൾ ഇത്തരത്തിൽ മാറുമെന്നാണ് സൂചന.